ഹായ്, ഇന്ന് നമുക്കൊരു പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഊണിലേക്കുള്ള കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പടവലങ്ങ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പിടി പരിപ്പെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പടവലങ്ങ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും പച്ചമുളകും എല്ലാം തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ പടവലങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സീഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വിത്ത് ഇതുപോലെ നടു കീറിയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. നല്ല സോഫ്റ്റാണിത്. പിന്നെ നമ്മൾ പടവലങ്ങ വളരെ ഹെൽത്തിയാണ് കേട്ടോ. നല്ല കറി വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടിയാണ് ഈ ഒരു പടവലങ്ങ. ഇനി ഇത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിത് ഇതുപോലെ നടു കീറിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി എടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ബോർഡിൽ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇതുപോലെ സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഒരു തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പച്ചമുളകും. അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയും തക്കാളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് വേവിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അങ്ങനെ ഒരു 2-3 വിസിലിൽ നമ്മുടെ പടവലങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 3-4 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇത് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ആ ഒരു പടവലങ്ങ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. അതൊരു വെളിച്ചെണ്ണയിലാണ്. അതുപോലെ ഒരു അല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് തൂമിച്ചെടുക്കാം നമുക്ക്. അതുപോലെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു താളിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഈസിയാണിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. ഉച്ചക്കത്തെ ഊണിനൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പടവലങ്ങ കറി. അപ്പോൾ ഇത് നമ്മൾ ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഈസിയാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ റെസിപ്പീസിനായിട്ട് ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു